കെഎസ്ആർടിസിയിൽ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ടിഡിഎഫ്. ഒക്ടോബർ 1 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് ടിഡിഎഫ് നേതൃത്വം അറിയിച്ചു. ടിഡിഎഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എംഎൽഎയുടെ നേതൃത്വത്തിൽ കെഎസ്ആർടിസി സിഎംഡിക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. സർക്കാരിനെതിരെ വീണ്ടും കടുപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല ബിൽ ഒപ്പിടില്ലെന്ന് ഗവർണർ സൂചിപ്പിച്ചു. താൻ റബ്ബർ സ്റ്റാമ്പല്ല, നിയമവിരുദ്ധമായ കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ല. താൻ ചാൻസലറായിരിക്കുമ്പോൾ സർവകലാശാലകളിൽ കൈകടത്താനാകില്ലെന്നും ഗവർണർ. ലോകായുക്ത ബില്ലിനെതിരെ ഗവർണർ. കുറ്റാരോപിതൻ ജഡ്ജിയാകാനാകില്ലല്ലോ എന്നും താൻ ബില്ലുകൾ കണ്ടിട്ടില്ലെന്നും ഗവർണർ. നിയമസഭയിൽ കണ്ട വിവരം അനുസരിച്ചാണ് ഇക്കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്നും ഗവർണർ. ജനവിരുദ്ധമായ ബില്ലുകൾ ഗവർണർ ഒപ്പിടരുതെന്ന് പ്രതിപക്ഷ നേതാവ്. നിയമസഭാ കയ്യാങ്കളി പോലെ ഇത്രയും സാക്ഷികളുള്ള ക്രൈം വേറെയില്ല. സിപിഎം നേതാക്കൾ അവരുടെ നിലവാരത്തിലും അജ്ഞതയിലും ജീവിക്കുകയാണ്. കെ-ഫോൺ പദ്ധതി ആരംഭിക്കുമ്പോൾ തന്നെ ദുരൂഹതയുണ്ടായിരുന്നുവെന്നും വി.ഡി. സതീശൻ. തദ്ദേശ വകുപ്പിൽ ഇപ്പോഴും അഴിമതിയുണ്ടെന്ന് മന്ത്രി എം.പി. രാജേഷ്. നല്ലൊരു പങ്ക് ജീവനക്കാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. പക്ഷേ കുറച്ചുപേർ അങ്ങനെയല്ല. അഴിമതിയോട് വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി എം.പി. രാജേഷ്. തെരുവുനായ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് എം.പി. രാജേഷ്. വാക്സിനേഷനും എവിസിയും നടക്കുന്നുണ്ട്. സർക്കാർ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യോഗം ചേർന്നെടുത്ത തീരുമാനങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി. തെരുവുനായകളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 170 പഞ്ചായത്തുകൾ ഹോട്ട്സ്പോട്ടുകളാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കെ ജെ ചിഞ്ചുറാണി. എബിസി പ്രോഗ്രാം അടുത്ത മാസം തുടങ്ങും. 4 ലക്ഷം ഡോസ് വാക്സിൻ ജില്ലകളിൽ എത്തിച്ചതായും മന്ത്രി. അക്രമകാരികളായ തെരുവുനായകളെ കൊന്നൊടുക്കാനുള്ള അനുമതി തേടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. വന്ധ്യംകരിച്ച തെരുവുനായകളെ സംരക്ഷിക്കാൻ പ്രത്യേക കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കും. വന്ധ്യംകരണത്തിനുള്ള ആദ്യ കേന്ദ്രം നാളെ കൊട്ടിയത്ത് പ്രവർത്തനം ആരംഭിക്കും. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് നായ ഓടിയെത്തി. പാഞ്ഞെടുത്ത തെരുവുനായെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടിച്ചുവിട്ടു. ഡൽഹി AKG ഭവന് മുന്നിലായിരുന്നു സംഭവം. ഗവർണർക്കും തെരുവുനായ ഭീഷണി. MG സർവകലാശാല ക്യാമ്പസിൽ ഡീലിറ്റ് ബിരുദദാന ചടങ്ങിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് നടക്കുമ്പോഴാണ് ഗവർണർക്ക് മുന്നിലേക്ക് നായ ഓടി വന്നത്. ഗവർണറുടെ സുരക്ഷാ ഭടന്മാർ നായയെ ഓടിച്ചു. വ്യവസായ വാണിജ്യ രംഗങ്ങളിലുള്ള പ്രതിഭകളെ ആദരിച്ച് News18 കേരളം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ News18 കേരളം ബിസിനസ് കേരള അവാർഡുകൾ സമ്മാനിച്ചു. ഏറ്റവും മികച്ച എഡ്യൂക്കേഷണൽ ബ്രാൻഡായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കമ്പ്യൂട്ടറുകൾ അന്യമായിരുന്ന കാലത്ത് മലയാളിക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകിയ ദീർഘവീക്ഷണമായിരുന്നു ജിടെക്കിന്റേതെന്ന് വിലയിരുത്തിയതിനാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. കമ്പ്യൂട്ടറുകൾ ഒട്ടുമേ സാധാരണമല്ലാത്ത കാലത്ത് മലയാളിയെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുകയായിരുന്നു ഈ കോഴിക്കോട്ടുകാരൻ. കോഴിക്കോട്ടെ പരമ്പരാഗത തടി വ്യാപാര കുടുംബത്തിലെ അന്നത്തെ പുതുതലമുറക്കാരനായ മെഹ്റൂഫ് മണലോടി എന്ന സംരംഭകൻ. ആ മെഹ്റൂഫ് കോഴിക്കോട്ട് തുടക്കമിട്ട സ്ഥാപനത്തിന്റെ പേരു പറഞ്ഞാൽ ഇന്ന് മലയാളി അഭിമാനത്തോടെ നിമിഷനേരം കൊണ്ട് തിരിച്ചറിയും. ജിടെക്. മാറിയ കാലത്തെ എത്രയോ പേരുടെ തൊഴിലന്വേഷണത്തിനും ജീവിത വിജയത്തിനും വഴികാട്ടിയായത് ജിടെക് കമ്പ്യൂട്ടർ സെന്ററുകളായിരുന്നു എന്ന് നിസ്സംശയം പറയാം. 1994 ആദ്യത്തെ കമ്പ്യൂട്ടർ സെന്റർ കോഴിക്കോട്ട് തുറക്കുന്നത്. പിന്നെ 6 വർഷം 6 സെന്ററുകൾ കൂടി. 2000-ൽ ജിടെക് എന്ന ബ്രാൻഡിന് തുടക്കം കുറിച്ചു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന ചെലവിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ വഴിയൊരുക്കുക എന്ന സ്വപ്നം അതേപടി ഇന്നും യാഥാർത്ഥ്യമാക്കുന്ന ജിടെക് വഴി കമ്പ്യൂട്ടർ പഠിച്ച് ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തിയവർ നിരവധിയാണ്. ജിടെക് തുടങ്ങിയപ്പോൾ മെഹ്റൂഫ് മനസ്സിൽ കുറിച്ചിട്ട ആശയം ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിസ്റ്റ് എന്നായിരുന്നു. അങ്ങനെ ടെക്നോളജിസ്റ്റുകളുടെ ഒന്നല്ല നിരവധി ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച ജിടെക്കും മെഹ്റൂഫ് മണലോടിയും പെരുമയുടെ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. തീർച്ചയായിട്ടും അവാർഡ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വലിയൊരു മോട്ടിവേഷനാണ്. ആൻഡ് ബേസിക്കലി കഴിഞ്ഞ 23 വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ അത് മാത്രം ശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു അവാർഡ്, പ്രത്യേകിച്ച് News18 ഒരു അവാർഡ് ഞാൻ നമ്മളെ 20 ലക്ഷത്തോളം കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ്. നമ്മൾ
ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള രീതിയിൽ നിന്ന് മാറി IPO ഒക്കെ പോയി അതിൻ്റെ ലിസ്റ്റിങ്ങിലൊക്കെ വന്നിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.